താരസംഘടനയായ അമ്മയിൽ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മോഹൻലാൽ തന്നെയാണ് അമ്മയുടെ പ്രസിഡന്റ്. എതിരില്ലാതെയാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇടവേള ബാബു പിൻവാങ്ങിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ സിദ്ദിഖാണ് വിജയിച്ചത്. അതേസമയം ഇത്തവണ അമ്മയിൽ യഥാർത്ഥത്തിൽ ഒരു തലമുറ മാറ്റമായിരുന്നു ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതെന്ന് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജഗദീഷ് പറയുകയുണ്ടായി. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബനെ പോലുള്ളവർ ഭരണസമിതിയിൽ അംഗങ്ങളാവണമെന്ന് തങ്ങൾ ആഗ്രഹിച്ചതെന്നും ജഗദീഷ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പാനൽ തീരുമാനിക്കുന്നതിൽ യാതൊരു അഭിപ്രായ ഭിന്നതയും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ മോഹൻലാൽ ഉൾപ്പെടെ ഒരു തലമുറ മാറ്റം എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. ഇടവേള ബാബുവൊക്കെ ആഗ്രഹിച്ചത് അതായിരുന്നു. പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ഒക്കെ ഭരണസമിതിയിൽ വന്നാൽ നന്നായിരിക്കുമെന്ന് കരുതി. എന്നാൽ അവരൊന്നും സന്നദ്ധരായില്ല. ഇതോടെയാണ് മോഹൻലാൽ മുന്നോട്ട് വരുന്നത്. സത്യത്തിൽ ഞങ്ങളൊക്കെ നിർബന്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പുതുതലമുറയുടെ തിരക്കായിരിക്കാം അവരെ പിന്നോട്ടടിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ സമയം വിനിയോഗിക്കാൻ ആവില്ലെന്ന ചിന്ത കൂടിയാകാം. കുറച്ചുകൂടി കഴിയുമ്പോൾ പദവികൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറാകും. എന്തായാലും അമ്മ മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. വനിതകളെ ഭരണസമിതിയിൽ ഉൾപ്പെടുത്തുന്നതിനുണ്ടായ ആശയക്കുഴപ്പത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ബൈലോ പ്രകാരം 4 സ്ത്രീകൾ ഭരണസമിതിയിൽ ഉണ്ടാകണം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിച്ച സ്ത്രീകൾ പരാജയപ്പെട്ടിരുന്നു. 3 പേർ മാത്രമാണ് മത്സരിച്ചത്. ഒരാളെ കോപ്പ് ചെയ്യണം. മത്സരിച്ച് 2 പേർ വിജയിച്ചെങ്കിൽ 2 പേർക്ക് മാത്രമേ സാധ്യതയുള്ളൂ. ഇപ്പോൾ 3 പേരെയും ഉൾപ്പെടുത്താനാണ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. വനിതകളെ എക്സിക്യൂട്ടീവിൽ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ എന്ന വിമർശനത്തിന് അവർ മത്സരിച്ച് വിജയിക്കുന്നില്ലെന്നാണ് സത്യം എന്ന് ജഗദീഷ് പറഞ്ഞു. പുതിയ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് തീരുമാനം. പരിഭവിച്ച് മാറി നിൽക്കുന്നവരെയൊക്കെ സഹകരിക്കാൻ താല്പര്യമുണ്ട്. മത്സരത്തിൽ സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയം പ്രതിഫലിച്ചിട്ടില്ലെന്നും ജഗദീഷ് പറഞ്ഞു. ഇപ്പോഴത്തെ അമ്മയിലെ ഭാരവാഹികൾ 157 വോട്ടുകൾ നേടിയാണ് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വിജയിച്ചത്. ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച മഞ്ജു പിള്ള പരാജയപ്പെട്ടിരുന്നു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനെതിരെ ബാബുരാജ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഉണ്ണി മുകുന്ദനാണ് ട്രഷറർ.